നടി അപർണ ബാലമുരളി സിനിമയിലെത്തിയിട്ട് ഏകദേശം 10 വർഷമാകുന്നു. കരിയറിൽ വലിയ വളർച്ചയാണ് ഈ ചെറിയ കാലത്തിനുള്ളിൽ അപർണ ബാലമുരളി എന്ന അഭിനേത്രി നേടിയെടുത്തത്. മലയാളത്തിന് പുറമെ തമിഴിലും അപർണ സാന്നിധ്യം അറിയിച്ചു. തമിഴിലെ മൂന്നാമത്തെ ചിത്രമായ സുരറൈപോട്ടിലെ അഭിനയത്തിലൂടെ ആ വർഷത്തെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും താരം സ്വന്തമാക്കി. ഇപ്പോൾ ധനുഷ് സംവിധാനം ചെയ്യുന്ന റായൻ എന്ന ചിത്രത്തിലും മികച്ച വേഷം അപർണ ചെയ്യുന്നുണ്ട്. ചിത്രത്തെക്കുറിച്ചും സിനിമാ ജീവിതത്തെക്കുറിച്ചും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അപർണ ബാലമുരളി സംസാരിക്കുകയാണ്. താൻ ധൂമം ചെയ്യുന്ന സമയത്താണ് പെട്ടെന്നൊരു കോൾ വരുന്നതെന്നും സത്യത്തിൽ സിനിമയിലേക്ക് കോൾ വന്നപ്പോൾ ഭയങ്കര സംശയമായിരുന്നുവെന്നും കാരണം സൺ പിക്ചേഴ്സ് പോലൊരു കമ്പനി ചെയ്യുന്ന ഒരു സിനിമയിലേക്ക് തന്നെ വിളിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല എന്നും അപർണ ബാലമുരളി പറയുന്നു. ധനുഷ് സാർ സംവിധാനം ചെയ്യുന്ന സിനിമ അതും സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ ഒരു 50% അത് ചെയ്യാൻ തയ്യാറാകും. ധനുഷ് സാർ തന്നെയാണ് ഈ കഥ പറഞ്ഞതെന്നും അതോടെ അപ്പോൾ തന്നെ താൻ റെഡിയാണെന്ന് പറഞ്ഞുവെന്നും അപർണ ബാലമുരളി പറയുന്നുണ്ട്. SJ സൂര്യ ഭയങ്കര കമ്പനിയായിരുന്നു. ഷൂട്ട് ഇല്ലെങ്കിൽ പോലും താനും കാളിയും വെറുതെ സെറ്റിൽ പോയിരിക്കും. ധനുഷ് സാറിനും അതൊക്കെ ഇഷ്ടമായിരുന്നുവെന്നും പിന്നെ സെൽവരാഘവൻ സാറിനെ പേടിയായിരുന്നുവെന്നും ഇത്രയും വലിയ സിനിമകൾ എടുത്ത സംവിധായകനല്ലേ, അതിനാൽ അധികം സംസാരിക്കാൻ പോകാറില്ല എന്നും അപർണ പറയുന്നുണ്ട്. ഇടയ്ക്ക് ഒരുപാട് ട്രോളുകൾ നേരിട്ട നടിയാണ് അപർണ. ശരീരം വണ്ണം വെച്ചതിനെ തുടർന്ന് പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒരുപാടുണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനെല്ലാമുള്ള മറുപടിയായാണ് ശരീരഭാരം കുറച്ചുകൊണ്ടുള്ള അപർണയുടെ തിരിച്ചുവരവ്. കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത പത്മിനിയായിരുന്നു അപർണയുടെ അവസാന പുറത്തിറങ്ങിയ ചിത്രം. സിനിമയിൽ നിന്ന് മനഃപൂർവ്വം തന്നെയാണ് ഒരു ബ്രേക്ക് എടുത്തതെന്നും കാരണം തുടരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ശരീരം വല്ലാതെ ക്ഷീണിക്കും. തനിക്ക് കിട്ടിയ ഈ ചെറിയ ഗ്യാപ്പിൽ താൻ ഹാപ്പിയാണെന്നും അപർണ ബാലമുരളി പറയുന്നു. വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയതിനപ്പുറം ഒരുപാട് മാറ്റങ്ങൾ തനിക്ക് തന്റെ ശരീരത്തിൽ കാണാൻ സാധിച്ചുവെന്നും അത് തന്നെയാണ് തന്നെ സംബന്ധിച്ച് വലിയ കാര്യമെന്നും അപർണ പറയുന്നുണ്ട്. ഒരു സെക്കൻഡ് ക്ലാസ് യാത്രയിലൂടെയാണ് അപർണ സിനിമയിലെത്തിയത്. പിന്നീട് മഹേഷിന്റെ പ്രതികാരം, സൺഡേ ഹോളിഡേ അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്തു. പക്ഷേ സിനിമ എന്താണെന്നോ അതിനെക്കുറിച്ച് വലിയ അറിവുണ്ടായിരുന്നില്ല എന്നും എന്നാൽ സുരറൈപോട്ട് എന്ന ചിത്രമാണ് തനിക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാമെന്ന് പഠിപ്പിച്ചതെന്നും സത്യം പറഞ്ഞാൽ സിനിമയോടുള്ള തന്റെ പാഷൻ തുടങ്ങുന്നത് സുരറൈപോട്ടിന്റെ സെറ്റിൽ വെച്ചാണെന്നും അതിനുശേഷം തനിക്ക് അഭിനയം വിട്ടു പോകാൻ തോന്നിയിട്ടേ ഇല്ലെന്നും അപർണ പറയുന്നുണ്ട്. മാത്രമല്ല സുധാമാം തന്നെ ഒരുപാട് ട്രെയിൻ ചെയ്തിട്ടുണ്ടെന്നും അതെല്ലാം തനിക്ക് ഗുണം ചെയ്തിട്ടുണ്ടെന്നും അപർണ ബാലമുരളി വ്യക്തമാക്കി. അതേസമയം 2015 പുറത്തിറങ്ങിയ ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന ചിത്രമാണ് അപർണ ബാലമുരളിയുടെ ആദ്യ ചിത്രം. പിന്നീട് മലയാളത്തിനു പുറമെ തമിഴ് ചിത്രങ്ങളിലും അപർണ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.